വെൽക്കം ടു another ന്യൂ എപ്പിസോഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഗെറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് മീൻ ചെയ്യുന്നത് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യും. ഈ പ്രിപ്പയർ ചെയ്യുന്ന ജേർണൽ എൻട്രീസിനെ വിളിക്കുന്നതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്നുള്ളത്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ചെറിയ ഒരു ട്രാൻസാക്ഷൻ നടത്തി, ലൈക്ക് നമ്മൾ ചെറിയ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത് വരെ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ വലിയൊരു ചേഞ്ചാണ് വരുത്തുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ ചെറിയ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് റിസീവ് ചെയ്യുന്ന റവന്യൂ ആകട്ടെ ഓർ എക്സ്പെൻസസ് ആകട്ടെ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ അക്കൗണ്ടിങ് പീരീഡിലും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ മെയ്ഡ് ബിഫോർ മേക്കിംഗ് ദി ഓർഗനൈസേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ ദി പ്രിപ്പറേഷൻസ് ഓഫ് ട്രയൽ ബാലൻസ്. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രയൽ ബാലൻസിന് ശേഷമായിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്താണ് അഡ്ജസ്റ്റിംഗ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൻ്റെ മീനിങ് എന്നുള്ളതാണ് നോക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആർ ദ ജേർണൽ എൻട്രീസ് മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാന ഘട്ടത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോർ ഐറ്റംസ് വിച്ച് ആർ ഒമിറ്റഡ് ഇൻ ദ ട്രയൽ ബാലൻസ് ആൻഡ് മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ accrued and received in അഡ്വാൻസ്. നമ്മൾ ഇപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ലെഡ്ജറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലെഡ്ജറിൽ ചിലപ്പോൾ നമ്മൾ ലെഡ്ജറിലാകട്ടെ ജേർണലാകട്ടെ ചില അക്കൗണ്ട്സ് നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കാണണം, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, റവന്യൂ അക്രൂഡ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് യൂസ് ചെയ്യുന്നത്. പർപ്പസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, നമ്മൾ എന്തിനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഫേമിൻ്റെ ട്രൂ ആയിട്ടുള്ളയും ഫെയർ ആയിട്ടുള്ളയും പ്രോഫിറ്റബിലിറ്റീനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് യൂസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ, ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് യൂസ് ചെയ്യുന്നത്. ഇനി തേർഡിൽ പറയുന്നത് നീഡ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൻ്റെ ആവശ്യം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒമിറ്റ് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ലൈക്ക് അത് ക്ലോസിങ് സ്റ്റോക്ക് ആകാം, ഇൻട്രസ്റ്റ് ആകാം, ക്യാപിറ്റൽസ് ആകാം. ഇങ്ങനെ നമ്മൾ ട്രയൽ ബാലൻസിൽ ഒമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിലാണ് കാണിക്കുന്നത്. ഇനി വരുന്നത് ടു ബ്രിങ് ഇൻ ടു അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമ്മൾ വേറെ എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫേം ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് പണം മേടിച്ചു, അപ്പോൾ നമുക്ക് കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് കൊടുത്തിട്ടില്ല. ആ ഒരു ടൈം ആയപ്പോൾ കൊടുത്തിട്ടില്ല. നമ്മൾ പറഞ്ഞു ഓക്കെ നമുക്ക് ഇത്രയും കൂടി ടൈം വേണം, ഞങ്ങൾ തരട്ടോ എന്ന് പറഞ്ഞു മാറ്റി വെച്ച എക്സ്പെൻസസുകൾ ഉണ്ടാവില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് മീൻ ചെയ്യുന്നത്. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് മീൻ ചെയ്തിട്ടുള്ളത് മുന്നേ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസ് മുൻകൂട്ടി നമ്മൾ പ്രീപേയ്മെൻറ്റ് നടത്തി പേ ചെയ്യുന്നതിനെ പറയുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നുള്ളത്. ഇനി തേർഡ് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ടു ബ്രിങ് ഇൻ ടു അക്കൗണ്ട് ഇൻകം അക്രൂഡ് ആൻഡ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് മുൻകൂട്ടി കിട്ടിയിട്ടുള്ള ഇൻകമും അതുപോലെ തന്നെ ഇനി കിട്ടാനുള്ള ഇൻകമിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൽ വെക്കുന്നതാണ്. അതുപോലെ തന്നെ ടു ക്രിയേറ്റ് റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ. ഇത് മീൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ എത്ര ഒരു ക്യാപിറ്റൽ നമ്മൾ ഒരു ഫേമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ കിട്ടുന്ന ആ ഒരു റവന്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് നമ്മൾ റിസർവ് ചെയ്ത് വെക്കും, മാറ്റി വെക്കും. അതുതന്നെയാണ് പ്രൊവിഷനും കൊണ്ടും മീൻ ചെയ്യുന്നത്. ഇനി വരുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. ഇത് അത്യാവശ്യം ഒരു 15 കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 15 കാര്യങ്ങൾ ഞാനിങ്ങനെ പിക്ക് ചെയ്ത് പറയുന്നതിന് പകരം എന്താണ് ക്ലോസിങ് സ്റ്റോക്ക്, എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നുള്ളത് എലാബറേറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ക്ലോസിങ് സ്റ്റോക്കാണ്. ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ക്ലോസിങ് സ്റ്റോക്ക് എന്ന് മീൻ ചെയ്യുന്നത് നമ്മളൊരു അൺസോൾഡ് ആയിട്ട് വരുന്ന ഗുഡ്സിനെ എല്ലാം ക്ലോസിങ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ജേർണൽ എൻട്രി തന്നിട്ടുണ്ട്. ഈ ജേർണൽ എൻട്രിയിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഈ ജേർണൽ എൻട്രിയിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എപ്പോഴും ക്ലോസിങ് സ്റ്റോക്കിനെ കാണിക്കുക. അപ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യുക? സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു
ക്ലോസിങ് സ്റ്റോക്കിനെ നമ്മൾ എന്താക്കിയിട്ടാണ് എടുക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആക്കിയിട്ട് എടുക്കും. അതായത് ഞാനിപ്പോൾ ഈ ഒരു വർഷം, ഇപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു 2020 കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. എനിക്ക് എന്ത് ചെയ്തു? അതിലൊരു 100 സാധനം ബാക്കി വന്നു. ഞാനിപ്പോൾ ഡിസംബർ തീർന്നു എന്ന് വെക്കാം. ഡിസംബറിലായിട്ട് എനിക്ക് തീർന്നു. എന്നിട്ട് ഞാൻ പിറ്റത്തെ വർഷത്തിലോട്ട് 2021 ഞാനത് എടുക്കുകയാണ്. അപ്പോൾ ഞാനത് എടുക്കുന്ന സമയത്ത് ഞാൻ അതിന് ഓപ്പണിംഗ് എൻട്രി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഫൈനൽ അക്കൗണ്ട്സിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിനെ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സിൽ കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുന്നുണ്ടാകുക? നമ്മളുടെ ഷോൺ ഓൺ ദി അസെറ്റ് സൈഡ് അണ്ടർ കറണ്ട് അസെറ്റ്, നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അസെറ്റ്സ് ആയിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്കിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് മീൻ ചെയ്യുന്നത്? നമുക്കൊരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മളുടെ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ എക്സ്പെൻസ് പേ ചെയ്യാതെ നമ്മൾ വേറൊരു അക്കൗണ്ടിങ് പീരീഡിലോട്ട് അത് മാറ്റി വെക്കുന്നു. അങ്ങനെ വരുന്ന എക്സ്പെൻസസിനെ പറയുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് അക്കൗണ്ട് മാത്രമായിട്ട് വരികയാണെങ്കിലോ അത് നോമിനൽ അക്കൗണ്ട് ആണ്. നമ്മൾ എപ്പോഴും എക്സ്പെൻസസിനെ ഏത് ഭാഗത്താണ് എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കൊടുക്കുക? കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് കൊടുക്കും. ഇനി നമ്മളിവിടെ കൊടുക്കുന്നത് ട്രയൽ ബാലൻസിൽ കൊടുക്കുന്നത് ഇഫ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അപ്പിയേഴ്സ് ഇൻ ട്രയൽ ബാലൻസ് വിത്ത് ക്രെഡിറ്റ് ബാലൻസ്. നമ്മൾ കൊടുക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് എങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദി ജേർണൽ എൻട്രി ഹാസ് ഓൾറെഡി മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിന് നമ്മൾ ലയബിലിറ്റി സൈഡ്സിലാണ് കാണിക്കുക. മാത്രമല്ല നമ്മൾ എന്ത് നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് therefore necessary in expense account as already expense would be adjusted. പിന്നീട് നമ്മൾ എന്ത് കാണിക്കില്ല? എക്സ്പെൻസസ് അക്കൗണ്ട്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിക്കുന്നതല്ല, കാരണം ഓൾറെഡി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ, അതായത് അറ്റ് ദി ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്, മറ്റൊരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ദി അബവ് എൻട്രി ഈസ് റിവേഴ്സ് ടു ബ്രിങ് ഇൻ ടു അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അറ്റ് ബിഗിനിങ് സോ ദാറ്റ് ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം ദി എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് നെക്സ്റ്റ് ഇയർ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു എൻട്രീനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും. കാരണം എന്താ? നമ്മൾ പിറ്റത്തെ വർഷം നമ്മളത് എടുക്കുന്ന സമയത്ത് ഈ ഒരു എക്സ്പെൻസസിനെ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ആ ഒരു എക്സ്പെൻസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് മീൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഫേമിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലേറെ ഒരു റവന്യൂ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസസിനെ നമ്മൾ മുന്നേ പേ ചെയ്യുക. നമുക്ക് വരുന്ന എക്സ്പെൻസസിനെ നമ്മൾ മുന്നേ പേ ചെയ്യുന്നതിനെ പറയുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസസ് ആവട്ടെ ബെനിഫിറ്റിനാകട്ടെ, ആ ബെനിഫിറ്റ്സിനും സർവീസസിനും നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന പേയ്മെൻറ്റിന് പറയുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നുള്ളത്. പ്രീപെയ്ഡ് എക്സ്പെൻസിനെ തന്നെ നമുക്ക് അൺഎക്സ്പെയർഡ് എക്സ്പെൻസസും എന്ന് വിളിക്കാൻ പറ്റുന്നതാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് അക്കൗണ്ട് എപ്പോഴും എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ പ്രീപെയ്ഡ് എക്സ്പെൻസസിനെ ജേർണൽ എൻട്രിയിൽ പാസ് ചെയ്യുന്നത്? പ്രീപെയ്ഡ് അക്കൗണ്ട് ഡെബിറ്റർ ടു കൺസേൺഡ് എക്സ്പെൻസസ്. എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രീപെയ്ഡ് അക്കൗണ്ട് ഡെബിറ്റർ ടു കൺസേൺഡ് എക്സ്പെൻസസ് എന്ന് വരും. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്സ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെ കേസിലോ amount prepaid is deducted from particular expense in trading account or profit and loss account depending upon whether it is direct or indirect respectively. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിലായാലും നമ്മൾ പ്രീപേയ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ലെസ് ചെയ്തിട്ടാണ് കാണിക്കുക.
ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയാലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയാലും നമ്മൾ അതിനെ ലെസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇനി ബാലൻസ് ഷീറ്റിന്റെ കേസിൽ വരുമ്പോൾ amount of prepaid expense is shown on the asset side and under കറണ്ട് അസെറ്റ്സ്. ബാലൻസ് ഷീറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസിനെ നമ്മളുടെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നമ്മളുടെ കറണ്ട് അസെറ്റ്സിന്റെ താഴെയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരുന്നുണ്ടാകാം. സാധാരണ നമ്മൾ എക്സ്പെൻസസ് ഏത് സൈഡിലാണ് കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലല്ലേ. ഇനി ഇവിടെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിൽ എന്താ പറയുന്നത് നോക്കൂ. ഇഫ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദി ട്രയൽ ബാലൻസ് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആൻഡ് ജേർണൽ എൻട്രി ഹാസ് ഓൾറെഡി മെയ്ഡ്. അതായത് നമ്മളുടെ പ്രീപെയ്ഡ് എക്സ്പെൻസസിന് ട്രയൽ ബാലൻസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മളുടെ ജേർണൽ എൻട്രി ഓൾറെഡി ബാലൻസ്ഡ് ആണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മളുടെ പ്രീപെയ്ഡ് എക്സ്പെൻസസിന് പിന്നെ ഫൈനലായിട്ട് ആകെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരിയഡിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടിനെ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്ത് കൊടുക്കും. അതായത് അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി ഇങ്ങനെ വരിക ടു കൺസേൺഡ് അക്കൗണ്ട് എക്സ്പെൻസസ് ടു പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നാകും. ഇപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ എൻട്രീസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെ ജസ്റ്റ് ഉൾട്ടിയാക്കിയിട്ട് കൊടുക്കും. അതാണ് സെക്കൻഡ് പോയിന്റിൽ. അക്രൂഡ് ഇൻകം എന്ന് മീൻ ചെയ്യുന്നത് എന്താ? അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മളുടെ പോർഷൻ ഓഫ് ഇൻകം ആണ്. നമ്മൾ കറണ്ട് അക്കൗണ്ടിങ് പീരിയഡിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു ഇൻകമിനെ പറയുന്നതാണ് അക്രൂഡ് ഇൻകം എന്നുള്ളത്. പക്ഷേ അത് ബട്ട് നോട്ട് റിസീവ് ടിൽ ദി എൻഡ് ഓഫ് ദാറ്റ് അക്കൗണ്ടിങ് പീരിയഡ്. നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു എമൗണ്ടിനെ റിസീവ് ചെയ്തിട്ടില്ല. ഈ അക്രൂഡ് ഇൻകം ഏതൊക്കെ ഫോമിലാകാം? നമുക്ക് കമ്മീഷനായിട്ട് കിട്ടാം, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാം, ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അക്രൂഡ് ഇൻകമിനെ നമ്മൾ ജേർണൽ എൻട്രിയോട്ട് പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. അക്രൂഡ് ഇൻകം ഡെബിറ്റർ ടു കൺസേൺ ഇൻകം അക്കൗണ്ട് എന്ന് കൊടുക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ് അതിൻ്റെ നരേഷൻ കൊടുക്കുന്നത്? ഇൻകം അക്വയർഡ് അഡ്ജസ്റ്റഡ് എന്നിട്ട് കാണിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ കൊടുക്കുന്നത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ അക്രൂഡ് ഇൻകമിനെ നമ്മളുടെ പെർട്ടിക്കുലർ ഇൻകമിനായിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ അക്രൂഡ് ഇൻകമിനെ എപ്പോഴും നമ്മളുടെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ അക്രൂഡ് ഇൻകം ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്യുന്നത് എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ്, അതായത് ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മളുടെ ജേർണൽ എൻട്രിയിൽ ഓൾറെഡി ഇൻകമിനെ അക്വയർഡ് ആണ് എന്നുള്ളത്, അക്രൂഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി അക്രൂഡ് ഇൻകം അങ്ങനെ നമ്മളുടെ അസറ്റ് സൈഡിൽ കാണിച്ചു, ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുത്തിട്ട് പിന്നെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിലോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലോ ഒന്നും കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു അക്കൗണ്ടിങ് എൻട്രി എന്ത് ചെയ്യും? റിവേഴ്സ് ആയിട്ട് വരും. റിവേഴ്സ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അഡ്ജസ്റ്റിംഗ് എൻട്രി നോക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ജേർണൽ എൻട്രി എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെബിറ്റർ ടു കൺസേൺ ഇൻകം അക്കൗണ്ട് എന്നല്ലേ. അതിനെ നമ്മൾ നേരെ ഇതിൻ്റെ ഉൾട്ടയാക്കിയിട്ട് കൊടുക്കും. കൺസേൺഡ് അക്കൗണ്ട് ഇൻകം ഡെബിറ്റർ ടു അക്രൂഡ് ഇൻകം അക്കൗണ്ട് എന്ന് മാറ്റിയിട്ടാണ് നമ്മൾ കാണിക്കുന്നുണ്ടാകുക. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് റെഫർ ചെയ്യുന്നത് നമ്മളെ അക്കൗണ്ടിങ് പീരീഡിൽ നമ്മളൊരു ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്കത് amount നമ്മൾ ഏൺ ചെയ്തിട്ടില്ല. അങ്ങനെ വരുന്ന എന്തിനേയും നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് പറയുന്നത്. ഇനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന് മറ്റൊരു പേര് വരുന്നതാണ് അൺഏൺഡ് ഇൻകം എന്നുള്ളത്. അൺഏൺഡ് ഇൻകം എന്നുള്ളതിലും അതുപോലെ തന്നെ അൺഎക്സ്പയർഡ് ഇൻകം എന്നുള്ളതിലും ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് അറിയപ്പെടുന്നുണ്ട്. ഇനി പറയാനുള്ളത്, അപ്പോൾ നമ്മളിങ്ങനെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രിയിലോട്ട് പാസ് ചെയ്യുന്നത്? കൺസേൺഡ് ഇൻകം അക്കൗണ്ട് ഡെബിറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഫൈനൽ അക്കൗണ്ട്സിൽ പ്രിപ്പയർ ചെയ്യുക? അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെ കേസിലാകുമ്പോൾ ഇൻകം റിസീവ് ചെയ്തിരുന്ന നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത ഇൻകമിനെ നമ്മൾ ലയബിലിറ്റി സൈഡ്സിലാണ് കാണിക്കുന്നത്. ഇനി ഇങ്ങനെ ഇൻകംസ് നമ്മൾ ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അങ്ങനെ ട്രയൽ ബാലൻസിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അത് പിന്നെ എങ്ങോട്ടാണ്
എഴുതുന്നത്? ബാലൻസ് ഷീറ്റിലോട്ടാണ് എഴുതുന്നത്. ഇനി നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ജേർണൽ എൻട്രീനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ റിവേഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വരുന്നുണ്ടാകുക? ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡെബിറ്റർ ടു കൺസേൺഡ് ഇൻകം അക്കൗണ്ട് എന്നാണ് വരുന്നുണ്ടാകുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഒരു ഫേമിൽ ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫേമിന് ഓണർക്ക് കൊടുക്കേണ്ട ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഓണർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാപിറ്റലിന് പുറമെ അയാൾക്ക് അതിനൊരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കൂലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നിട്ട് നരേഷൻ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡഡ്, നമുക്ക് തന്നിട്ടുള്ള ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഒരിക്കലും ഓണറിൻ്റെ കയ്യിൽ ഡയറക്റ്റായിട്ട് കൊടുക്കില്ല, പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ട്രാൻസ്ഫർ എൻട്രി എങ്ങനെയാണ് വരുന്നത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. മറ്റേത് പ്രൊവൈഡ് ചെയ്തതാണ് കാണിച്ചത്. രണ്ടാമത്തേതിൽ എങ്ങനെയാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിലാകുമ്പോൾ നമ്മളുടെ ഈ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റിനെ എപ്പോഴും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ വരുമ്പോഴോ നമ്മളുടെ എമൗണ്ടിൻ്റെ ഈ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റിന് നമ്മൾ എപ്പോഴും ലയബിലിറ്റി സൈഡിലാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. കാരണം എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലയബിലിറ്റി ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് മീൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ പ്രൊപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഫേമിൽ നിന്ന് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഡ്രോയിങ്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രൊപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മണി വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാൾക്കൊരു പണി എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ എത്തുന്ന ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഈ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മളുടെ ഫേമിന് വരുന്ന ഒരു റവന്യൂ ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജേർണൽ എൻട്രിയിൽ പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രി ആയിട്ട് കൊടുക്കുമ്പോൾ ജേർണൽ എൻട്രീസിൽ എങ്ങനെയാവും പാസ് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് കൊടുക്കും. അപ്പോൾ ക്യാപിറ്റൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് നരേഷൻ കൊടുക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രൊവൈഡഡ്. ഇനി അതിൻ്റെ ട്രാൻസ്ഫർ എൻട്രി എങ്ങനെയാണ് കാണിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കും? നരേഷൻ കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ട്രാൻസ്ഫേർഡ് എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെ കേസിലാകുമ്പോൾ amount of interest on drawings account in shown on the credit side as it is gain or income. നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്സിൻ്റെ കേസിൽ നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് നമ്മളെപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. കാരണം നമ്മളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അസറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളെ ഫേമിന് കിട്ടുന്ന ഒരു അസറ്റാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഫേമിൻ്റെ റവന്യൂ ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളതിനെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ വരുമ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി സൈഡ്സിലാണ് കാണിക്കുന്നത്. കാരണം നമ്മളുടെ ക്യാപിറ്റൽ എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ലയബിലിറ്റി സൈഡ്സിലാണ് ഇത് ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ കാണിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലോണ് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഒരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളങ്ങനെ ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെബിറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് എന്ന് ആയിട്ട് കാണിക്കും. എന്നിട്ട് നരേഷൻ എന്താണ് കൊടുക്കുക? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്. ഇവിടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ലോൺ എടുത്തു നാളെ തന്നെ നമ്മൾ പേ ചെയ്യുന്നില്ല. നമ്മളൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ് പീരീഡ് അനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്, അല്ലേ? അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് അങ്ങനെ കൊടുക്കാനുള്ളൊരു എക്സ്പെൻസ് ആകുമ്പോൾ അങ്ങനെ വരുന്ന എക്സ്പെൻസിന് പറയുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുള്ളത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് കൊടുക്കുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെ കേസിൽ നമ്മളിത് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ്
ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ കൂടെ ലോൺ ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മളുടെ ലോൺ എന്ന് പറയുന്നത് നമുക്ക് ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ ലയബിലിറ്റി സൈഡിൽ അല്ലെങ്കിൽ പേയബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലയബിലിറ്റി സൈഡിലാണ് ഇതെപ്പോഴും കാണിക്കുന്നുണ്ടാകുക. ഇനി ഇവിടെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റിൽ പറയുന്നത് നമ്മളുടെ ട്രയൽ ബാലൻസിൽ നമ്മൾ ഇപ്പോൾ എത്ര % ഇൻട്രസ്റ്റ് ആണ്, ഏത് ഡേറ്റിനാണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടാകും ഇല്ലേ. ഈ കൊടുത്ത സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഒരു വർഷത്തിൽ നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ എത്ര നമ്മൾ പേ ആക്കിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് പേ ആക്കിയിട്ടുണ്ട്. ഇനി പേ ആക്കിയിട്ടില്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എത്രയാകും വരുന്നുണ്ടാകുക എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഏതൊരു ബിസിനസ് എൻറ്റിറ്റിയിലോ നമ്മൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇൻട്രസ്റ്റുകളെ പറയുന്നതാണ് അക്രൂഡ് ഇൻകം എന്നുള്ളത്. നമുക്ക് ആ ഇൻകം കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എന്നിട്ട് നരേഷൻ എന്താണ് കൊടുക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂ അഡ്ജസ്റ്റഡ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഫൈനൽ അക്കൗണ്ട്സിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും എങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ നമ്മളുടെ ഈ അക്രൂഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ അക്രൂഡ് ഇൻകമിൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ വരുമ്പോഴെന്താണ്, ദി എമൗണ്ട് ഓഫ് അക്രൂഡ് ഇൻട്രസ്റ്റ് ബീൻ കറണ്ട് അസറ്റ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ അക്രൂഡ് ഇൻകം നമുക്ക് കിട്ടാനുള്ളൊരു ഇൻകം അല്ലേ, അപ്പോൾ നമ്മളെപ്പോഴും കറണ്ട് അസറ്റ് സൈഡിൽ കാണിക്കും. കറണ്ട് അസറ്റ് സൈഡിൽ എന്ന് വരുമ്പോൾ നമ്മളുടെ അസറ്റ് സൈഡാണ്, നമ്മൾ അസറ്റ് സൈഡിലാണ് എപ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഡിപ്രിസിയേഷൻ, നമ്മളുടെ ഫേമിൽ വരുന്ന അസറ്റ്സിനെ നമ്മൾ അതിൻ്റെ യൂസേജ് കാരണമോ അല്ലെങ്കിൽ കാലം കൊണ്ടോ ഒക്കെ ആയിട്ട് അതിൻ്റെ മൂല്യത്തിൽ കുറവ് വരിക. അപ്പോൾ ആ മൂല്യത്തിൽ കുറവ് വരുന്നതിനെ പറയുന്നതാണ് ഡിപ്രിസിയേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 1,00,000 രൂപൻ്റെ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ അക്കൗണ്ട് ബുക്സിൽ കാണിക്കുന്നുണ്ട്, ഓരോ വർഷം 1000 രൂപ വെച്ചിട്ട് അത് ഡിപ്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതായത് 1000 രൂപ വെച്ചിട്ട് കുറയുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിനൊരു 60,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പൈസ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, എത്ര രൂപ നമ്മളത് വിൽക്കുന്ന സമയത്ത് കിട്ടും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താ, ഒരു വലിയൊരു ലോസ് നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്നതായിട്ട് ഫീൽ ചെയ്യൂല. മറ്റേത് നമ്മൾ 1,00,000 രൂപേൻ്റെ സാധനം 1,00,000 രൂപ തന്നെ എനിക്ക് ഞാൻ വിൽക്കുന്ന സമയത്തും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ട്സിൽ എഴുതി വെച്ചാൽ എന്താണ്, ഭയങ്കര ഒരു ലോസ് അവിടെ കാണിക്കും. അപ്പോൾ നമ്മളുടെ ആ ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ് എൻട്രി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാകും ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റർ ടു കൺസേൺ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, അപ്പോൾ നമ്മളുടെ അസറ്റിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണ്. അപ്പോൾ അവിടെ എന്താണ്, ഡിഡക്റ്റ് ചെയ്യുകയാണ്, പ്രൈസ് എന്താണ് ഡിഡക്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കുറവിനെ കാണിക്കാതെക്കാനാണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കോളം നമ്മളുടെ അക്കൗണ്ട്സിൽ ഉണ്ടാക്കിയിടുന്നത്. എന്നിട്ട് ഇവിടെ എന്ത് കാണിക്കും, നരേഷൻ കാണിക്കും, ഡിപ്രിസിയേഷൻ പ്രൊവൈഡഡ്. ഇനി ഇതിൻ്റെ ഈ എൻട്രീസിന് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക, നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിലാണ് നമ്മൾ കാണിക്കുക. കാരണം ഡിപ്രിസിയേഷൻ നമ്മളുടെ അസറ്റിൽ നമുക്കൊരു മൂല്യം ഇല്ല കാര്യമില്ല, നമുക്കൊരു ബെനിഫിറ്റ് ഇല്ലതല്ല അസറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അസറ്റിൻ്റെ അതേ സമയം തന്നെ അസറ്റിൽ എന്താണ്, ഇവിടെ ഡിപ്രിസിയേഷൻ വരുമ്പോൾ എന്താ, ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂല്യത്തിൽ വരുന്ന അതായത് അസറ്റ്സിൽ വരുന്ന നഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫർ എൻട്രിയിൽ എന്താ കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ, മാറിയിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷനെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതായിട്ട് കാണിക്കും. ഇനി ഇതിനെ ഫൈനൽ അക്കൗണ്ട്സിൽ കാണിക്കുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മളുടെ ഡിപ്രിസിയേഷൻ എപ്പോഴും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ കേസിലാകുമ്പോൾ ഡിപ്രിസിയേഷൻ എപ്പോഴും എന്താണ്, കൺസേൺ ഫിക്സ്ഡ് അസറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അസറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുക. ഡിപ്രിസിയേഷന് ട്രയൽ ബാലൻസിൽ ഓൾറെഡി അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, നമ്മൾ ഓൾറെഡി ജേർണൽ പാസ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ആ ഒരു ഡിപ്രിസിയേഷൻ ഓൾറെഡി കുറച്ചിട്ടുണ്ട് എന്നുള്ളതായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്.
ബാഡ് ഡെപ്ത് എന്ന് പറയുന്നത് കിട്ടാകടം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് കടം കൊടുത്ത് പെട്ടെന്നൊരു ദിവസം അയാൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം അയാൾ പാപ്പരായിട്ട് പോവുക, അങ്ങനെ വരുന്നതിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്, ബാഡ് ഡെപ്ത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത് നോക്കാം. ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു സൺഡ്രി ഡെബിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് നമ്മൾ എന്ത് ചെയ്തു, കിട്ടാകടം ആയതുകൊണ്ട് എന്ത് ചെയ്തു, അതിനെ ഒഴിവാക്കി തള്ളി. ഇനി അതിൻ്റെ ട്രാൻസ്ഫർ എൻട്രി എങ്ങനെയാണ് വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് എന്ന് വരും. എന്നിട്ട് എന്ത് കാണിക്കും, ഫോർ ട്രാൻസ്ഫർ ഓഫ് ബാഡ് ഡെപ്റ്റ് എന്നുള്ളതായിട്ട് നരേഷൻ കൊടുക്കുന്നതാണ്. ഇനി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ എൻട്രീനെ ഇനി നമ്മളുടെ ഇത് ബാഡ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത് നോക്കാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ അക്കൗണ്ട്സ് ഡെബിറ്റർ ടു ബാഡ് അക്കൗണ്ട് ഡെബിറ്റർ. എന്നിട്ട് വീണ്ടും എന്ത് നരേഷൻ കൊടുക്കും, ബാഡ് അക്കൗണ്ട് ഡെബിറ്റ്സ് ട്രാൻസ്ഫേർഡ് എന്ന് കൊടുക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സിൽ ഇതിനെ കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെ കേസിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എപ്പോഴും ബാഡ് ഡെപ്റ്റിനെ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ നമ്മൾ സൺഡ്രി ഡെബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ്സ് ആണ്. അസറ്റ്സിൽ നിന്ന് എന്ത് കുറക്കും, ശരിക്കും നമുക്ക് കിട്ടാനുള്ള കടമ എന്ന് പറയുന്ന അസറ്റ് ആണ്. പക്ഷേ നമുക്ക് ആ അസറ്റിനെ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ അതിനെ കുറക്കും. ഇനി ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ബാഡ് ഡെപ്റ്റ് ഓൾറെഡി ട്രയൽ ബാലൻസിൽ അപ്പിയർഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അത് ജേർണൽ എൻട്രി ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതായത് ഡെബിറ്റർ ഓൾറെഡി റിഡ്യൂസ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് ഈസ് ടേക്കൺ ഓൺലി ഇൻ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാഡ് ഡെപ്റ്റിനെ നമ്മൾ വെറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെ സൈഡിലാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ട്രയൽ ബാലൻസിൽ നമ്മൾ ബാഡ് ഡെപ്റ്റിനെ കാണിച്ചു, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ബാഡ് ഡെപ്റ്റ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ്. അതായത് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തപ്പോൾ ബാഡ് ഡെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അവിടെ അത്ര എലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്, ഇപ്പം ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു, അയാൾ പെട്ടെന്ന് ഒരു ദിവസം പാപ്പരായി. അങ്ങനെ പാപ്പരാവുന്ന സമയത്ത് അത് നമ്മളുടെ ലാഭത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു നഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു നഷ്ടത്തിനെ നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന ആൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്, ഇന്ന ആൾ ഇപ്പോൾ പതിയെ പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുന്ന അക്കൗണ്ടിങ് പീരിയഡിൽ ഞാൻ ആ ഒരു അക്കൗണ്ടിങ് പീരിയഡിലുള്ള പ്രോഫിറ്റിന് കുറച്ചിട്ട് മാറ്റി വെക്കുന്നതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കും, നരേഷന് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ക്രിയേറ്റഡ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫൈനൽ അക്കൗണ്ട്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡെപ്റ്റിനെ മാറ്റി വെക്കുക എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു ഡെപ്റ്റിനെ നികത്താൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താണ്, ഡെബിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ കാണിക്കുക. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ വരുന്ന സമയത്തോ നമ്മളുടെ അസറ്റ് സൈഡിൽ നിന്ന് കുറക്കും. കാരണം എന്താ, നമ്മളുടെ അസറ്റിൽ നിന്നാണ് നമ്മൾ ശരിക്കും ആ ഡെബിറ്റിനെ കുറക്കുന്നത്. നമുക്ക് ഒരാളടുത്ത് നിന്ന് കടം കിട്ടാനുണ്ടെങ്കിൽ അത് ശരിക്കും അസറ്റായിട്ടാണ് വരേണ്ടത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അയാൾ ആ ഒരു ഡെബിറ്റർ അല്ലെങ്കിൽ ആ ഒരു ഡെപ്റ്റർ ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ കമ്പനിയുടെ ലോസ് എന്ന ഇമ്പാക്റ്റിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെബിറ്റേഴ്സ്. ഇപ്പോൾ ചില കേസിൽ നമ്മൾ ഡെബിറ്റേഴ്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് തരാനുള്ള പേയ്മെൻറ്റ് മൊത്തത്തിൽ അവർ വൺ ടൈം സെറ്റിൽമെൻറ്റിൽ തീർക്കും. അങ്ങനെ വൺ ടൈം സെറ്റിൽമെൻറ്റിൽ തീർക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും, ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ കുറേ ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഡെപ്റ്റേഴ്സ് മൊത്തം നമുക്കിങ്ങനെ തരാൻ നിൽക്കുമ്പോൾ നമ്മൾ നമുക്ക് എന്താണ്, നഷ്ടം വരികയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ലാഭം എന്ന കരുതിയിൽ നിന്ന് നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുക്കണം. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പ്രൊവിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് ഇങ്ങനെ ഡിസ്കൗണ്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട്സ് മാറ്റി വെക്കും. അപ്പോൾ അതിലൊരു
ഒരു നിശ്ചിത എമൗണ്ട് അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നേരത്തിനും കാലത്തിനും അല്ലെങ്കിൽ പറഞ്ഞ നേരത്തിന് മുന്നേ ആയിട്ട് നമ്മളെ ഡെപ്റ്റേഴ്സ് പേയ്മെൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെബിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നരേഷൻ കൊടുക്കും. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെബിറ്റേഴ്സ് ക്രിയേറ്റഡ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫൈനൽ അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെ കേസിലാകുമ്പോൾ നമ്മളെ ഡെബിറ്റർ എപ്പോഴും നമ്മൾ എവിടെയായിട്ടാണ് കാണിക്കുന്നത്, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതായത് ഡെപ്റ്റേഴ്സിനെ എപ്പോഴും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. കാരണം എന്താ, അത് നമ്മളുടെ എക്സ്പെൻസ് ആണ്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ വരുമ്പോൾ ഡെപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ അസറ്റ് സൈഡിൽ നിന്ന് കുറക്കും. ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മളുടെ ഡെപ്റ്റേഴ്സിനെ എപ്പോഴും നമ്മൾ അസറ്റ് സൈഡിൽ നിന്ന് കുറക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ കിട്ടുന്നത് എന്താണ്, നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബെനിഫിറ്റ് എപ്പോഴും അസറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾക്ക് കിട്ടാനില്ലതെന്ന് നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അസറ്റ് സൈഡിൽ നിന്ന് കുറക്കുകയാണ് ചെയ്യുക. ഇനി ഇൻകം ടാക്സ് പെയ്ഡ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഫേമിന് ഇൻകം ടാക്സ് വരും. ഇൻകം ടാക്സ് വരുന്ന സമയത്ത് നമ്മളുടെ ഫേമിലെ മുതലാളി അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത്, ആ ടാക്സ് പേ ചെയ്യുന്നത് നമ്മളുടെ ഫേമിൻ്റെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത് പേഴ്സണൽ ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുക. കാരണം എന്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് പേ ചെയ്യുക എന്നുള്ളത് അയാളുടെ പേഴ്സണൽ യൂസ് ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രീനെ പാസ് ചെയ്യുക, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ഇൻകം ടാക്സ് ഓഫ് ദി പ്രൊപ്പറേറ്റർ പെയ്ഡ് എന്നുള്ളതായിട്ട് കാണിക്കും. ഇനി എങ്ങനെയാണ് ഇതിനെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. നമ്മൾ ട്രേഡിംഗ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന കാണിക്കുന്നില്ല. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെ കാണിക്കും, നമ്മളുടെ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ലയബിലിറ്റിയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ലയബിലിറ്റി അല്ല. അപ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡ്സിലാണ് കാണിക്കുക. ഷോസ് ആസ് ദ ഡിഡക്ഷൻ ഫ്രം ബാങ്ക് ബാലൻസ് ഓൺ അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ വരുന്ന ബാങ്ക് ബാലൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തു എന്നുള്ളതായിട്ടാണ് നമ്മളിവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജേഴ്സ് കമ്മീഷനാണ്. മാനേജേഴ്സ് കമ്മീഷൻ എന്ന് മീൻ ചെയ്യുന്നത് നമ്മളുടെ ഫേമിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും മുന്നെയോ ശേഷമായിട്ട് നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷന് നമ്മളുടെ മാനേജറിന് കൊടുക്കും. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്ന് നോക്കിയാലോ, കമ്മീഷൻ ഇസ് ഈക്വൽ ടു, കമ്മീഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ഇൻടു റേറ്റ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100 എന്ന ഇക്വേഷൻ വെച്ചിട്ട്. രണ്ടാമത്തത് കമ്മീഷൻ എങ്ങനെയാണ് കാണുക, ആഫ്റ്റർ ചാർജിങ് ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ആഫ്റ്റർ ആണ് ശരിക്കും വരുന്നത്, പക്ഷെ നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് ബിഫോർ എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിങ്ങൾ ഇനി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആഫ്റ്റർ എന്നാക്കിയിട്ട് കൊടുക്കണേ. അപ്പോൾ കമ്മീഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ഇൻടു റേറ്റ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് കമ്മീഷൻ എന്നാണ് കൊടുക്കുക. ഇനി ഇങ്ങനെ നമ്മൾ കമ്മീഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ മാനേജേഴ്സിനെ ഭയങ്കര പൊട്ടൻഷ്യലായിട്ടും വേഴ്സറ്റൈലായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. അതായത് നമ്മളൊരു റിവാർഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ മാനേജറിന്. അപ്പോൾ മാനേജർക്ക് അതൊരു സന്തോഷമാകും. അപ്പോൾ മാനേജർ കരുതും, ഓ ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് ബോണസ് അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടുമല്ലോ, അപ്പോൾ ഞാനൊന്നും കൂടി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യട്ടെ എന്ന് കരുതി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യുക എന്ന് നോക്കാം. മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട്. മാനേജർ നരേഷൻ എങ്ങനെ കൊടുക്കുക, മാനേജേഴ്സ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് പ്രൊവൈഡഡ്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ ട്രാൻസ്ഫർ എൻട്രി എങ്ങനെയാണ് കൊടുക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റർ ടു മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് കാണിക്കും. ഇനി ഫൈനൽ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് വരുമ്പോൾ നമ്മളുടെ കമ്മീഷൻ ബീൻ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളുടെ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേം നമ്മുടെ എംപ്ലോയിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഡെബിറ്റാണത്, നമുക്കൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ കേസിലാണെങ്കിലോ
Commission outstanding being a current liability is shown on the liability sides of the balance sheet. നമ്മളെ കമ്മീഷൻ എന്ന് പറയുക ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, നമ്മൾ കൊടുക്കേണ്ടതാണ്, കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ള ഒരു എക്സ്പെൻസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടുള്ളതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മൊഡ്യൂൾ. അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. ബൈ, ടാറ്റാ.